അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. പ്രിയമുള്ളവരെ, യാസറാണ് പൂക്കോട്ടുംപാടം. ഇന്ന് നമ്മളെ സ്റ്റുഡിയോയിൽ വന്നിട്ടുള്ളത് ഈ വർഷം ഹജ്ജിന് പോകുന്ന ഹാജിമാരിൽപ്പെട്ട ആളുകളാണ്. അതും കരിപ്പൂരിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ഹാജിമാരിൽപ്പെട്ട ആളുകൾ. അതിൽ ബഹുമാനപ്പെട്ട സലാം ദാരിമി കരുവാരക്കുണ്ട്, അദ്ദേഹം അടക്കം. അതായത് വലിയൊരു അനീതിയെ നിങ്ങളെ മുമ്പിൽ തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഇവരിവിടെ എത്തിയിട്ടുള്ളത്. ഇത് ഒരു കാലിക വിഷയമാണ്. ഇത് സമൂഹം മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ കൂടുതലൊന്നും പറയണില്ല. അതായത് വലിയ ഒരു അനാസ്ഥ സമൂഹത്തിൻ്റെ മുമ്പിൽ വെക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവിടെ വന്ന ഹാജിമാർ അങ്ങനെ തന്നെ കാണണം. അവരുടെ പ്രയാസങ്ങളെ നിങ്ങൾ കേൾക്കണം. അവരെന്താണോ പറയുന്നത് അതിനോടൊപ്പം നിന്നുകൊണ്ട് ശക്തമായ രീതിയിലുള്ള പിന്തുണ, പ്രതിഷേധം അറിയിക്കണം. സർക്കാർ ഇതിൽ ഇടപെടണം എന്നുള്ളതാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. ഇതിൻ്റെ വിശദീകരണം നൽകുന്നത് സലാം ദാരിമി കരുവാരക്കുണ്ടാണ്. അദ്ദേഹം ഈ ഒരു ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ള ഈ അനീതിക്കെതിരെ രൂപീകരിച്ച കൂട്ടായ്മയുടെ പ്രസിഡന്റാണ്. ഞാൻ അദ്ദേഹത്തിലേക്ക് മൈക്ക് കൈമാറുകയാണ്. കരിപ്പൂര് വഴി ഹജ്ജിന് പോകുന്ന ഹാജിമാരോട് വിമാന കമ്പനികൾ കാണിക്കുന്നത് കടുത്ത അനീതിയാണ്. ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതായത് കരിപ്പൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് പോകുന്ന ദൂരം എന്ന് പറയുന്നത് 4086 കിലോമീറ്ററാണ്. അതേസമയം കണ്ണൂരിൽ നിന്ന് 4013 കിലോമീറ്ററേ ഉള്ളൂ. 73 കിലോമീറ്ററിൻ്റെ വ്യത്യാസമാണുള്ളത്. അതേസമയം നെടുമ്പാശ്ശേരിയിൽ നിന്നാണെങ്കിൽ 4170, അവിടെ ഒരു 84 കിലോമീറ്ററിൻ്റെ വ്യത്യാസം കുറവാണ്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം നെടുമ്പാശ്ശേരിയേക്കാൾ ദൂരം കുറവാണ്. കണ്ണൂരിനേക്കാൾ ഒരു 73 കിലോമീറ്റർ അധികമേ ദൂരമുള്ളൂ. എന്നാൽ ടിക്കറ്റ് നിരക്കിൽ 40,000-ഓളം രൂപയാണ് അധികമായി കരിപ്പൂര് വഴി ഹജ്ജിന് പോകുന്ന ഹാജിമാർ കൊടുക്കേണ്ടി വരുന്നത്. ഇതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇതൊരു കടുത്ത അനീതിയാണല്ലോ. ആരോടും പറഞ്ഞറിയിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇങ്ങനെ 40,000-ഓളം രൂപ അധികം വാങ്ങാനുള്ള ഒരു കാരണം നമുക്ക് ബോധ്യപ്പെടുന്നില്ല. ഇവിടെ സാധാരണഗതിയിൽ 37,000 രൂപ മുതൽക്ക് റിട്ടേൺ ടിക്കറ്റ് കരിപ്പൂരിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ യാത്രക്കാരിൽ നിന്ന് 37 മുതൽക്ക് നമ്മൾ നെറ്റിൽ നോക്കുമ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ജിദ്ദയിൽ പോയി മടങ്ങി വരാനാണത്. ഇനി ഹാജിമാരെ കൊണ്ടുപോകാൻ ഒരു പ്രാവശ്യം പ്ലെയിൻ ഇങ്ങോട്ട് വെറുതെ കാലിയടിച്ചിട്ട് വരണം, പിന്നെ ഹാജിമാരെ കൊണ്ട് അങ്ങോട്ട് പോകണം. ഇതാണ് നിരക്ക് വർദ്ധിക്കാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത്. അതിനൊന്ന് ഇരട്ടിയാക്കാം. ഈ 37 ഇരട്ടിയാക്കുകയാണെങ്കിൽ പോലും 74,000 മാത്രമേ വരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടും 86,000-ഉം 87,000-ഉമാണ് കണ്ണൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നും ചാർജ് ഇനത്തിൽ ഈടാക്കുന്നത് ഈ വർഷത്തേക്ക്. അങ്ങനെയാണ് കോട്ട് ചെയ്ത എമൗണ്ട് പറയപ്പെട്ടിട്ടുള്ളത്. ഈ പറയപ്പെടുന്നത് കഴിഞ്ഞ ജനുവരി 1-ാം തീയതി നമ്മുടെ മിനിസ്റ്റർ വി അബ്ദുറഹിമാൻ പുറത്തിറക്കിയ ഒരു പത്രക്കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ വിമാന കമ്പനികൾ കോട്ട് ചെയ്ത എമൗണ്ട് കരിപ്പൂരിൽ നിന്ന് 1,25,000 അതേസമയം കണ്ണൂരിൽ നിന്ന് വെറും 87 ഉള്ളൂ. കൊച്ചിയിൽ നിന്നാകുമ്പോൾ 86-ഉമാണ്. അപ്പോൾ കൊച്ചിയെയും കണ്ണൂരിനെയും അപേക്ഷിച്ച് കരിപ്പൂരിൽ നിന്ന് 40,000-ഓളം രൂപ അധികമാണ്. കിലോമീറ്ററിൽ അങ്ങനെ ഒരു വ്യത്യാസമില്ല. പിന്നെ എന്തിനാണ് ഈ അധിക ചാർജ് ഈടാക്കുന്നത്? വിമാനത്താവളം ചെറുതാണെന്നാണ്, അവിടെ വലിയ വിമാനങ്ങൾ ഇറങ്ങാൻ പാടില്ല, അതുകൊണ്ടാണ് ചാർജ് ഈടാക്കുന്നത് എന്നാണ് മറ്റൊരു വിശദീകരണം. പക്ഷേ അത് ഹാജിമാരെ കൊണ്ടുപോകുമ്പോൾ മാത്രമല്ലല്ലോ വിമാനത്താവളം ചെറുതാകുന്നത്. ഹാജിമാരിൽ നിന്ന് മാത്രം ഈ അമിതമായ ചാർജ് ഈടാക്കുന്നത് എന്തിനാണ്? വിമാനത്താവളം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് കരിപ്പൂരിൽ നിന്നും കണ്ണൂരിൽ നിന്നും ഹാജിമാരെ കൊണ്ടുപോകാൻ വേണ്ടി ലേലം വിളിച്ചെടുത്തിട്ടുള്ളത്. എയർ ഇന്ത്യ എക്സ്പ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലുള്ളത് വെറും 180-ഓളം ആൾക്കാർ യാത്ര ചെയ്യാവുന്ന വിമാനമേ ഉള്ളൂ. വിമാനത്താവളം വലുതാണെങ്കിലും അവിടെയും അവരിറക്കുന്നത് ഈ 180-ഓളം യാത്രക്കാരെ കൊണ്ടുപോകുന്ന വിമാനമാണ്. ചെറിയ വിമാനത്താവളമാണെങ്കിലും അതന്നെ അവർക്ക് ഇറക്കാനുള്ളൂ. അപ്പോൾ വിമാനത്താവളം വലുതായതുകൊണ്ടോ ചെറുതായതുകൊണ്ടോ അവരെ സർവീസിനെ അത് ബാധിക്കുന്നേ ഇല്ല. പിന്നെ എന്തിനാണ് കരിപ്പൂരിൽ നിന്ന് ഈ 40,000-ഓളം രൂപ അധികമായി ഹാജിമാരിൽ നിന്ന് മാത്രമായി ഈടാക്കുന്നത്? ഇവിടെ സാധാരണ ഉംറക്ക് പോകുന്ന ആൾക്കാർ കരിപ്പൂരിൽ നിന്ന് പോകുന്നുണ്ട്, അവർക്ക് ഈ വ്യത്യാസമല്ല. സാധാരണ ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട് കരിപ്പൂരിൽ നിന്ന് ജിദ്ദയിലേക്കും മറ്റുമൊക്കെ, അവരിലും ഈ വ്യത്യാസം കാണുന്നില്ല. ഹാജിമാരിൽ നിന്ന് മാത്രം ഈ കൊള്ള അത് അവസാനിപ്പിക്കണം. ഞങ്ങൾക്ക് നീതി ലഭിക്കണം എന്നാണ് പറയാനുള്ളത്.
ഞങ്ങൾ ഈ കാര്യം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അബ്ദുള്ള കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വി അബ്ദുറഹിമാൻ മന്ത്രി സാഹിബിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ അതേപോലെ മൈനോറിറ്റി മിനിസ്ട്രി, കേന്ദ്ര മൈനോറിറ്റി മിനിസ്ട്രി, അതേപോലെ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി, ഇവർക്കൊക്കെ ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. ആദ്യമായി ഞങ്ങളുടെ നിലമ്പൂർ യൂണിറ്റിൻ്റെ പ്രവർത്തകന്മാർ വയനാട് MP ആയ ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്ക് നിവേദനം കൊടുത്തു. അവരത് ഉടനെ തന്നെ മന്ത്രിക്ക് കൈമാറി. മന്ത്രിയോട് അവർ ഈ ചാർജ് കുറക്കുന്നതിനെ കുറിച്ച് അഭ്യർത്ഥിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ റിപ്ലൈ നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ MP ആയ ET മുഹമ്മദ് ബഷീർ സാഹിബിനെ നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ അദ്ദേഹത്തോട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹവും ഉടനെ തന്നെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മിനിസ്റ്ററെ കണ്ട് നിവേദനം കൊടുത്തു, അതിൻ്റെ കോപ്പി നമുക്ക് തന്നു. നിങ്ങൾ ഏത് വഴിക്ക് നീങ്ങിയാലും നമ്മുടെ സപ്പോർട്ടുണ്ട് എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു MP ആയ ഹാരിസ് ബീരാന്, അതേപോലെ PV വഹാബ്ക, ഇങ്ങനെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാവരെയും ഞങ്ങൾ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവരെ കൊണ്ട് കഴിയുന്ന നിലക്കുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരെയായി ആ ചാർജിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളെ ആശങ്കയിലാക്കുന്നത്. 3000-ഓളം ആളുകൾ ഒപ്പിട്ടതായിരിക്കുന്ന നിവേദനമാണ് എല്ലാവർക്കും സമർപ്പിച്ചിരിക്കുന്നത്. ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇതുകൊണ്ടൊന്നും പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം തന്നെ ഞങ്ങൾ കോടതിയിൽ റിട്ട് കൊടുക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. മുഴുവൻ ആളുകളുടെയും പിന്തുണ ഈ വിഷയത്തിൽ ഞങ്ങൾക്കുണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രത്യേകിച്ച് മതസംഘടനകളുടെയും മറ്റുമൊക്കെ പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുക. പ്രിയമുള്ള സഹോദരന്മാരെ, ഉസ്താദ് ഈ പ്രയാസത്തെ നിങ്ങളെ മുമ്പിൽ പറഞ്ഞു. നിങ്ങളെ വിരലുകൊണ്ട് പ്രതിഷേധം ഉണ്ടെങ്കിൽ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് അധികാരികളിൽ നിങ്ങൾ എത്തിക്കുക. അതോടൊപ്പം തന്നെ നിയമ പോരാട്ടത്തിൽ ഇവരോടൊപ്പം ചേരുക. ഇവിടുത്തെ മതസംഘടനകളോട്, രാഷ്ട്രീയ പാർട്ടികളോട്, ജാതി മത ഭേദമന്യേ ഇതൊരു വലിയ വിഷയമാണ്. മലപ്പുറം ജില്ലയിൽ നിന്ന്, കൊണ്ടോട്ടിയിൽ നിന്ന്, കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് പോകുന്ന വിമാനങ്ങൾക്ക് ഇരട്ടിയിലധികം ഈടാക്കിക്കൊണ്ട് വലിയൊരു കൊള്ളയെക്കുറിച്ചാണ്, അതായത് ഏറ്റവും കൂടുതൽ ഹാജിമാരൊക്കെ പോകുന്ന അത്തരം മേഖലകളിൽ നിന്ന് ഇങ്ങനെ ഈടാക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഉസ്താദ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൊരു നിജസ്ഥിതിയുണ്ട്, യാഥാർത്ഥ്യമുണ്ട്, കാലിക വിഷയമാണ്. ഇത് അനുവദിക്കാൻ പാടില്ലാത്തതാണ്. പരമാവധി ആളുകളിലേക്ക് ഈ വിഷയത്തെ എത്തിക്കുക, പ്രതിഷേധം അറിയിക്കുക. നിങ്ങൾ ഈ ഒരു അനീതിക്കെതിരെ ശബ്ദിക്കുന്ന ഇവർക്ക് ഒപ്പം നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള അപ്ഡേഷനുകളൊക്കെ നമ്മുടെ ചാനൽ വഴി സമൂഹത്തെ അറിയിച്ചു കൊണ്ടിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി.